ഹായ് ഫ്രണ്ട്സ്, ഞാൻ വലിയാറ ടുഡേ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ദിവസം മുമ്പ് കരുവാരക്കുണ്ടിൽ നിന്നും ശക്തമായ മഴയെ തുടർന്ന് മഴവെള്ളപ്പാച്ചിലും അതുപോലെ തന്നെ അവിടുത്തെ പാലൊക്കെ കവിഞ്ഞ് വെള്ളമേകുന്ന വീഡിയോസ് നമ്മളെല്ലാവരും കണ്ടിരുന്നു. എന്നാൽ ആ കുത്തിവയ്ക്കിയ വെള്ളം ഇപ്പോൾ ഇവിടെ കടലുണ്ടിപ്പുഴയിലെ വലിയോറ മഞ്ഞാമാട് കടവിനടുത്തുള്ള വെളുത്തെടുത്ത് കടവിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഞാനൊന്ന് പോയി നോക്കണേ. ഞാൻ ആ മഴ പെയ്ത ടൈമിൽ ഞാൻ പോയി നോക്കിയപ്പോൾ 10 സ്റ്റെപ്പ് കൂടിയും വെള്ളം ഉയരാനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് 3 ദിവസത്തിന് ശേഷം ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ആ വെള്ളം ഇവിടെ എത്തിയത്. അപ്പോൾ എത്രത്തോളം വെള്ളം കൂടിയിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ആ ഒരു കടവ്. ഇത് കുറച്ച് മുമ്പ് ഉണ്ടായ ആ വെള്ളപ്പൊക്കത്തിൽ ചളിയെല്ലാം വന്ന് അടിഞ്ഞ് കൂടിയതാണ്. ഇതാണ് പുഴയിലെ ഇപ്പോഴത്തെ അവസ്ഥ. 2 ദിവസം മുമ്പ് ആ ഒരു വീഡിയോ എടുത്തപ്പോൾ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു. എന്നാൽ ഇപ്പോൾ കലങ്ങിയൊലിച്ച വെള്ളം അവിടുന്ന് കരുവാരക്കുണ്ട് ഏരിയയിൽ നിന്നും ആ കുത്തിയൊലിച്ച വെള്ളം കലങ്ങിയൊലിച്ച് വന്നിട്ടുണ്ട്. എന്നാൽ സ്റ്റെപ്പ് നമുക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10. ആ 10 സ്റ്റെപ്പ് ഇപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ ആ കുത്തിയൊലിച്ച വെള്ളം ഇവിടേക്ക് കലക്കി മറിച്ച് വന്നു എന്നല്ലാതെ വെള്ളം ഉയരാൻ കാരണമായിട്ടില്ലെന്ന് നമുക്ക് ഈ ഒരു സംഭവത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ കരുവാരക്കുണ്ട് ഏരിയയിൽ ശക്തമായ മഴ പെയ്തപ്പോൾ അതിനുശേഷമുള്ള ഈ ഏരിയയിൽ ഏകദേശം 100 ചില്ലാനം കിലോമീറ്റർ ഏരിയയിൽ തീരെ മഴ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ കലങ്ങി ഒലിച്ച വെള്ളം ഒന്ന് ഇവിടെ തെളിയുന്ന നല്ല തെളിവല്ലായിരുന്നു, ഒരു ആവറേജ് തെളിവിൽ ഇങ്ങനെ നിൽക്കേണ്ട വെള്ളമായിരുന്നു. അതിനെ ഒന്ന് കലക്കി എന്നല്ലാതെ വെള്ളം ഉയരുകയോ മറ്റോ ആ ഒരു കലങ്ങി ഒലിച്ച വെള്ളം കൊണ്ട് ഇവിടെ ആയിട്ടില്ല. അതേസമയം ഇവിടെയും അതുപോലെ മഴ പെയ്തിരുന്നെങ്കിൽ വെള്ളം ഇതിൻ്റെ മുകളിലോട്ടൊക്കെ കയറുമായിരുന്നു. എന്നാൽ ആ കരുവാരക്കുണ്ട് ഏരിയയിൽ അന്ന് മാത്രമാണ് മഴ പെയ്തത്. അതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ ഏറാതെ കലങ്ങി ഒലിച്ച് നിൽക്കാൻ കാരണം. അപ്പോൾ കരുവാരക്കുണ്ടിൽ മഴ പെയ്തു എന്ന് കരുതി ഞങ്ങളെ ഏരിയയിൽ അവിടുന്ന് ഏകദേശം ഒരു 100 ചില്ലാനം കിലോമീറ്റർ ഇപ്പുറമാട്ടെ ഈ കടലുണ്ടിപ്പുഴയുടെ ഈ ഒരു കടവുള്ളത്. ഇവിടേക്ക് വെള്ളം കൂടുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അവിടെയും നല്ല മഴ, ഇവിടെയും മഴ ഉണ്ടെങ്കിൽ വെള്ളം അടിച്ചു കയറും. എന്നാൽ ഇവിടെ മഴയില്ലാതെ അവിടെ മാത്രം മഴ പെയ്താൽ ഇതുപോലുള്ള ചെറിയ മാറ്റങ്ങളൊക്കെയാണ് സംഭവിക്കാൻ കാരണം ഉണ്ടാവുകയുള്ളൂ. അപ്പം നല്ല കലങ്ങി ഒലിച്ച നല്ല ചോന്ത വെള്ളമായിട്ടുണ്ട്. വെള്ളം തീരെ ഏറിയിട്ടുമില്ല. അപ്പോൾ ഇതാണ് കടലുണ്ടിപ്പുഴയിലെ ഏറ്റവും പുതിയ കാഴ്ച. അപ്പോൾ